ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വരയ്ക്കാൻ പോണത് നമ്മുടെ മമ്മൂട്ടിയുടെ പുത്രൻ DQ അല്ലേ, DQ അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ. ഇപ്പോൾ രണ്ടക്ഷരങ്ങൾ വെച്ചിട്ടാണല്ലോ ആൾക്കാരൊക്കെ ഇപ്പോൾ ഓരോ സെറ്റ് ഉണ്ടാക്കുന്നത്. ഈ ദുൽഖർ സൽമാൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ, ആദ്യം ഞാൻ പുള്ളിയുടെ ഒരു പടം കാണുന്നത് ഇതാണ്, കമ്മട്ടിപ്പാടം എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അതിൽ ശരിക്കും പറഞ്ഞാൽ അതിൽ ഒന്നുമില്ല, ഈ നാടൻ ഗുണ്ടകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഈ കൊട്ടേഷൻ സംഘങ്ങൾ, അവരൊക്കെ പ്രായമായി കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് ശരിക്കും ഒരു ഇതിൽ കാണിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ നമ്മൾ ഈ സിനിമയൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാർ അവർക്ക് അത്യാവശ്യം ഇഷ്ടപ്പെടും. പടം ഹിറ്റായെന്ന് വെച്ചാൽ എനിക്കറിയില്ല, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല, കണ്ടിരിക്കാം. പിന്നെ ബാംഗ്ലൂർ ഡേയ്സ്, ഞാൻ പുള്ളിയുടെ ഈ പടം കണ്ടാണ്. അതും ഒരു വെറൈറ്റി, വേറൊരു കഥാപാത്രമാണത്. ശരിക്കും നമുക്ക് എല്ലാവർക്കും മനസ്സിൽ തങ്ങുന്നൊരു കഥാപാത്രം പോലെ കഥാപാത്രമാണ് ദുൽഖർ അഭിനയിച്ചത്. പിന്നെ ചാർലി, അതും ഞാൻ കണ്ടതാണ്. പുള്ളിയുടെ അതൊരു വെറൈറ്റിയാണ് കേട്ടോ. എല്ലാം അങ്ങനത്തെ പടങ്ങൾ കുറച്ച് ചെയ്തിരുന്നതാണ്. പക്ഷേ ഈ ലാസ്റ്റ് പടം ഞാൻ കണ്ടില്ല, പക്ഷേ ഭയങ്കര അഭിപ്രായം ഭയങ്കര മോശമായിരുന്നു. രാജു എന്നുള്ള ഒരു കഥാപാത്രം ഉണ്ടായിരുന്നല്ലോ, ഇത് കുറേ ഇതൊക്കെ ആരൊക്കെയോ കുറേ പേര് ഭയങ്കര ഹരാസ് ചെയ്ത് പറഞ്ഞൊരു സിനിമയാണത് അല്ലേ. എനിക്ക് എന്തായാലും ഞാൻ വിചാരിച്ചത് പുള്ളി പതുക്കെ ഇങ്ങോട്ട് കയറിപ്പോരുന്നാണ് ഞാൻ വിചാരിച്ചത്. അതൊക്കെ അഭിനയം കുഴപ്പമൊന്നുമില്ല, എനിക്ക് ആർക്കാരും ചെറിയൊരു ഇഷ്ടമൊന്നും. പിന്നെ സീതാറാം അങ്ങനെ ഒരു പടം ഉണ്ടായിരുന്നില്ല പുള്ളിയുടെ, അതും കുഴപ്പമില്ലായിരുന്നു, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ പുള്ളി തമിഴിൽ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. കുറേ പടങ്ങളൊക്കെ പുള്ളിയുടെ എന്താ പറയുക, അത്രയും പ്രതീക്ഷിച്ച ഒരു വിജയം കണ്ടെത്താത്തതുകൊണ്ടായിരിക്കാം പുള്ളി. പിന്നെ കുറേ എന്തോ സൈബർ അറ്റാക്കൊക്കെ ഒന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സത്യമാണോ എനിക്കറിയില്ല, എത്രത്തോളം ഇതുണ്ടെന്ന് നമുക്കതിനെക്കുറിച്ച് അറിയാത്തതൊന്നും പറയണില്ല. പക്ഷെ അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു പുള്ളിക്ക് അങ്ങനെ. അപ്പോൾ പിന്നെ നമ്മുടെ സ്റ്റാർ ഉണ്ടല്ലോ അവിടെ കൂടെ, എന്താ പറയുക, മമ്മൂട്ടി, പുള്ളി പുള്ളിയാണല്ലോ. പുള്ളി ഇങ്ങനെ അച്ഛൻ അടിപൊളി തന്നെയാണ് കേട്ടോ, ഒരിക്കലും ഒരു പ്രത്യേക മനുഷ്യൻ അല്ലേ, ചിരഞ്ജീവി എന്ന് പറയാം അല്ലേ. പിന്നെ ഈ പൊതുവേ ഈ സ്റ്റാർസിൻ്റെ മക്കൾ പണ്ടൊക്കെയാണ് ഹിറ്റായി പോയത്, പക്ഷെ ഇപ്പം അങ്ങനെ ക്യാരക്ടർ നോക്കിയിട്ടൊക്കെയാണ് ആൾക്കാർ സെലക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റായിട്ട് ഒരു ഇതില്ലാണ്ട് ക്ലിക്കാവണില്ല അവിടെ അല്ലേ. എൻ്റെ ഒരു സിനിമയിൽ നിവിൻ പോളി ഒറ്റയ്ക്ക് വഴി വെട്ടിക്കയറി വന്നവന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഇത് നിവിൻ പോളി ആയോ. എനിക്ക് ചാർലി ഒരു കഥാപാത്രം എനിക്ക് പണ്ടത്തെ മോഹൻലാലൊക്കെ ചെയ്ത ഒരു കഥാപാത്രം പോലെ തോന്നി, ഒരു പ്രത്യേകതരം മൂഡ്. എന്താ പറയുക, ഉണ്ണികളെ ഒരു കഥ പറയാം, അങ്ങനത്തെ കുറേ സിനിമകളൊക്കെ ഉണ്ട് മോഹൻലാലിൻ്റെ. ഏകദേശം ആ ഒരു മോഡൽ പോലെ തോന്നി, ഒരു പ്രത്യേകം ഇത്, ഒരു ഒഴുക്കിലുള്ള ആൾക്കാർ. പിന്നെ മേ ബി അടുത്ത ഏതെങ്കിലും ഒരു പടം വരും, നല്ലൊരു ഒരു സ്ക്രിപ്റ്റ് കിട്ടിയ
ക്ലിക്കാവുന്ന കാര്യമുള്ളൂ. നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നുന്നു. കാരണം നല്ല സ്ക്രിപ്റ്റാണോ എപ്പോഴായാലും മലയാളികൾ സ്വീകരിക്കും. 100% ഉറപ്പാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഈ ക്ലിക്കാണെന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ബാധിക്കും അല്ലേ? എനിക്ക് തോന്നുന്നു എല്ലാ ഇതും ക്ലിക്കായാൽ മാത്രമേ കറക്റ്റ് ആവുള്ളൂ. കാരണം സിനിമോഗ്രാഫി, സൗണ്ട്, മ്യൂസിക്, മറ്റേ BGM എല്ലാം അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് എല്ലാം ഒരുവിധം പടത്തിൻ്റെ അത് കൊള്ളാം, ഇത് കൊള്ളാം. നമ്മൾ പണ്ടൊക്കെ സിനിമ കാണുമ്പോൾ ആവറേജ് അല്ലേ പറയും, എല്ലാം അടിപൊളി. ഇപ്പം എല്ലാ ഇത് മേഖലകളും പഠിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇതുണ്ടാവും. കാരണം താരതമ്യം ചെയ്യും, എന്നാൽ ഈക്വലാണോ ശരിയാണോ നോക്കില്ല. ഡിക്ക് പോലെ ആയോ? ഇതൊരു നമ്മുടെ ചാർലി അതിലെ സിനിമയിലൊരു പിക്ചറാണ് ഞാൻ എടുത്തിരിക്കുന്നത് വരയ്ക്കാൻ വേണ്ടി. പിന്നെ നമ്മളെന്നും പറയുന്ന പോലെ മറക്കുന്നില്ല, പറയണം, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി ചെറുതായിട്ടൊന്ന് പോളിഷ് ചെയ്ത് ഒന്ന് ടപ്പനാക്കണം. പിന്നെ ഏകദേശം ആയോന്ന് നോക്കാം. ഓരോ നടന്മാരും അവരവരുടെ ഒരു പ്രസൻസ് ഇല്ലെങ്കിൽ അവരവരുടെ ഓരോ എന്തെങ്കിലും ഒരു എന്താ പറയുക, കുറിച്ചിടാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ആഡ് ചെയ്ത് പോകും അല്ലേ? എത്ര വലിയ ഒരു പടത്തിൽ അഭിനയിച്ച് പോയ ആളാണെങ്കിൽ പോലും ആ പുള്ളിയുടെ ഒരു ചെറിയൊരു ഇത് എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് നമുക്ക് ഓർമ്മ വരും. ആ കഥാപാത്രത്തിൽ കേട്ടോ, പുള്ളിയുടെ അല്ല, നമ്മൾ ആ കഥാപാത്രം അഭിനയിച്ച കഥാപാത്രം നമ്മൾ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ തങ്ങി നിൽക്കും. പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ ചാനലിലോ യൂട്യൂബിലോ എവിടെയെങ്കിലൊക്കെ സിനിമ കാണുമ്പോൾ അങ്ങനെ തങ്ങി നിൽക്കും ഇല്ലേ? ഇത് ചാർലി സിനിമയിലെ പുള്ളിയുടെ ഒരു ചെറിയൊരു ഇതാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ചെറിയ ചെറിയ കുറ്റങ്ങളും തെറ്റുകളൊക്കെ വരാം. ലാസ്റ്റ് ഒന്നും കൂടി സെയിം സ്റ്റോറീസ് റിപ്പീറ്റിംഗ്. ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് അടിക്കുക. ലൈക്ക് അടിക്കുമ്പോൾ നമുക്ക് ഒരെണ്ണം കൂടി വരച്ചിടാം എന്ന് തോന്നും. ഇപ്പോൾ വരച്ചിടുമ്പോൾ ഇപ്പം തന്നെ കയറി ഓടുന്നല്ല ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും ഒരു സമയത്ത്, ഇപ്പോൾ 1-2 മാസം അല്ലെങ്കിൽ 5 മാസം 6 മാസം കഴിയുമ്പോഴത്തേക്കായിരിക്കും ആരെങ്കിലുമൊക്കെ ആയിട്ട് കാണുന്നത്. ലൈക്ക് അടിച്ച് വിട്ടേക്ക് കേട്ടോ. ഓക്കെ, വീണ്ടും വരാം നല്ലൊരു ചിത്രമായിട്ട്, എങ്കിൽ നല്ലൊരു പടമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.